സഞ്ജു സാംസൺ നാളെ നടക്കുന്ന സൂപ്പർ 8 പോരാട്ടത്തിൽ ടീമിലുണ്ടാകുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് സൂര്യകുമാർ യാദവ് പ്രസ് മീറ്റിൽ നൽകി. ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നാളത്തെ 11-ൽ സഞ്ജു ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ സൂര്യകുമാർ യാദവ് പറഞ്ഞ ഇപ്പോഴത്തേത് ഒരു വിന്നിംഗ് ടീമാണ്, ഈ ടീമിനെ പൊളിച്ച് പണിയണോ, ആരെ മാറ്റും, അഭിഷേകിനെ മാറ്റണോ, കിഷനെ മാറ്റണോ, അതോ തിലകനെ മാറ്റണോ എന്ന ചോദ്യം മാധ്യമ പ്രവർത്തകന് നേരെ സൂര്യകുമാർ ഉണർത്തിച്ചു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ വിന്നിംഗ് ടീമിനെ തന്നെ മുന്നോട്ടേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ടീമിന്റെ ഒരു തീരുമാനമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ നാളെ കളി തുടങ്ങുന്നിടം വരെ സമയമുണ്ട്, നമുക്ക് എന്തും സംഭവിക്കാം. ചിലപ്പോൾ സഞ്ജു ടീമിലുണ്ടാകാം. കാരണം ഇപ്പോഴത്തെ പരിശീലന വേളകളിൽ സഞ്ജു സാംസൺ തകർത്തടിക്കുന്നതിന്റെ കുറെ വിഷ്വൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി ബാറ്റ് ചെയ്യുന്നതിൻ്റെതായ കുറെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. അതിൽ തന്നെ കുറെ ക്രിക്കറ്റിൽ വിലയിരുത്തുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് സഞ്ജു സാംസൺ നാളെ കളിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം കഠിനമായി പരിശീലിക്കുന്നത് എന്നുള്ളത്. കാരണം ചില സമയങ്ങളിൽ അദ്ദേഹം പരിശീലിക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ തുടക്ക സമയങ്ങളിൽ കണ്ടിരുന്നു. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കാണാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് അദ്ദേഹം കളിക്കും എന്നുള്ളത്. നമ്മൾ കേരളത്തിന്റെ നമ്മുടെ സൂപ്പർ താരം ശ്രീശാന്തിനും ടിനു യോഹനാനും ശ്രീശാന്തിനും ശേഷം ടീമിലെത്തിയ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ നാളെ കളത്തിലിറങ്ങുന്നത് കാത്ത് നമ്മൾ ഇരിക്കുകയാണ്. നമുക്ക് ഓരോ കേരളീയനും അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും അഭിമാനമാണ്. അദ്ദേഹം ഇടയ്ക്കൊന്ന് ഫോം ഔട്ട് ആയ സമയത്താണെങ്കിൽ പോലും അദ്ദേഹത്തെ നമ്മൾ മലയാളികളെല്ലാം കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ സൂര്യകുമാർ യാദവ് ആണെങ്കിലും അദ്ദേഹത്തിനെ ഒരുപാട് ബാക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവർ ഒന്നിച്ച് പല മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്, ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ബന്ധമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഫോം ഔട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ എങ്ങനെ ടീമിൽ ഉൾക്കൊള്ളിക്കും എന്ന് ഉള്ളതിനെ കുറിച്ചാണ് ടീമിലുള്ള ചർച്ചകൾ നടക്കുന്നത്. അപ്പൊ എന്തായാലും കോച്ച് ഗൗതം ഗംഭീറിനാണെങ്കിലും സഞ്ജു സാംസണോട് ടീമിൽ നിലനിർത്താനായിട്ട് താല്പര്യമുള്ളത് കൊണ്ടും അവര് നല്ല ഒരു ബന്ധം ഉണ്ട്. കാരണം നമുക്കറിയാം പല ടീം മീറ്റിങ്ങുകളും പരിശീലന സെഷനുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഗൗതം ഗംഭീർ സഞ്ജു സാംസനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നു. മറ്റു കളിക്കാർക്ക് സപ്പോർട്ട് ഉണ്ട്, പക്ഷേ എങ്കിലും ഒരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഒരു മാച്ച് കളിച്ചിരുന്നു, നമുക്കറിയാം 8 ബോളിൽ 22 റൺസ് അദ്ദേഹം നേടിയിരുന്നു. നല്ല ഒരു പ്രകടനം തന്നെയായിരുന്നു നടത്തിയത്. പെട്ടെന്ന് സ്കോർ ഉയർത്തേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ഔട്ടാകുന്നത് നമ്മൾ കണ്ടു. കുറെ പേര് വിമർശിച്ചെങ്കിലും കുറെ പേര് സപ്പോർട്ട് ചെയ്തു. കാരണം ഫോം ഔട്ട് ആയി നിന്നിരുന്ന ഒരു താരത്തിന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരു തീപ്പൊരി പ്രകടനം, ചെറുതാണെങ്കിലും ഒരു നല്ല ഒരു പ്രകടനം തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് നാളത്തെ മത്സരം ഉറ്റുനോക്കിയിരിക്കുകയാണ്. നാളെ അദ്ദേഹം ടീമിൽ ഉണ്ടാകണമേ എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ടീമിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മലയാളികൾക്ക് കളി കാണാൻ ഒരു രസമാണ്. മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരുന്ന കളി കാണുന്നത് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ്. പണ്ട് സച്ചിൻ ബാറ്റ് ചെയ്യാനിരിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ ഇഷ്ടതാരങ്ങൾ ബാറ്റ് ചെയ്യാൻ കയറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഇപ്പോൾ നമുക്ക് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാൻ കയറുമ്പോഴാണ്. നമ്മൾ മലയാളികൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രഷർ തരുന്ന ഒരാൾ സഞ്ജു സാംസൺ ആണെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകം ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. എന്തോ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ അവിടെ ചെന്ന് എന്താ പറയാ ഇന്ത്യൻ ടീമിനെ കളിക്കുന്നതിന്റെ ഒരു ഇതാണ് എല്ലാ മലയാളികൾക്കും ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ മത്സരത്തിനായിട്ട് കാത്തിരിക്കാം. സൂര്യകുമാർ യാദവിന്റെ ഇന്നത്തെ ഒരു പ്രസ് മീറ്റ് കണ്ടത് അനുസരിച്ച് നമുക്കൊരു ശകലം പ്രതീക്ഷ കുറവാണ് അദ്ദേഹം നാളെ കളിക്കുമെന്നുള്ളത്. കാരണം ആരെ മാറ്റും എന്നുള്ള കാര്യം സൂര്യകുമാർ യാദവ് മാധ്യമപ്രവർത്തകന് നേരെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മാധ്യമപ്രവർത്തകരെ ചുമ്മാ അടക്കിയിരുത്താൻ വേണ്ടി പറയുന്ന സംസാരമാകാൻ സാധ്യതയുണ്ട്. നാളത്തെ ഒരു 7 മണി 6:30 ആവാൻ നമുക്ക് ഫൈനൽ 11 അറിയാൻ പറ്റും. കാരണം തിലക് വർമ്മയാണെങ്കിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നില്ല. കാരണം ഒരു 2020 മാച്ച് ആകുമ്പോഴത്തേക്കും അതിൻ്റെതായ രീതിയിൽ ഒരു പെർഫോമൻസ് ആകണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ പെർഫോം ചെയ്യുന്നത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇഷൻ കിഷനാണ്. പിന്നെ അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന ഒരു താരം ഭയങ്കര മികച്ച പ്രകടനം നടത്തുന്ന ഒരാളാണ്, സ്കോർ നന്നായിട്ട് ഉയർത്തുന്നതാണ്. പക്ഷെ കഴിഞ്ഞ 3 കളികളിലായിട്ട് അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കണക്കാക്കുമ്പോൾ നമുക്ക് സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അപ്പോൾ സഞ്ജു സാംസൺ ടീമിൽ കളിക്കണമേ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നാളത്തെ 11 ഉണ്ടാകട്ടെ. കാരണം പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അദ്ദേഹത്തിന് മികച്ച റെക്കോർഡും കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടും ആ ഒരു സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ടും ചിലപ്പോൾ നാളെ ടീമിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം.